അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട് കേട്ടോ. ഒരു ബീച്ചൊന്നല്ല, ഒരുപാടുണ്ട്. താന്നൂർ, ഉണ്ണിയാൽ, പറവണ്ണ, പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ. തൂവൽ തീരൊക്കെ. അപ്പോൾ നമ്മളിതിൽ ഉണ്ണിയാൽ ബീച്ചിലേക്കായിട്ട് പോണത്. ഇപ്പോൾ അവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലവും നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാൻ. അപ്പോൾ മിറാനൂന് ബീച്ച് എന്ന് പറഞ്ഞാൽ കടൽ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ്. അപ്പോൾ അവനേറ്റവും കൂടി ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരു 4 മണി നേരത്തൊക്കെയാണ് ഞങ്ങൾ വന്നിക്കണത് കേട്ടോ ഉണ്ണിയാൽ ബീച്ചിക്ക്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ചൊരു ഒഴിവുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കാനും ഇതാക്കാനൊക്കെ നല്ല രസമുണ്ട്. മിറാനുവിന് പിന്നെ വെള്ളം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയാണ്. പിന്നെ അവിടെ വെള്ളത്തിൽ നിന്ന് കയറൂല കേട്ടോ. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ പിന്നെ അവനെ ബലം പ്രയോഗിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നല്ല വെള്ളത്തിൽ കളി കേട്ടോ. കൈയൊക്കെ ഇങ്ങനെ വിട്ടെടുക്കാൻ പറയും, പക്ഷെ അങ്ങനെ ഇതാക്കാൻ പറ്റില്ലല്ലോ. വെള്ളത്തിനൊരു പേടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവനായിട്ട് ഇങ്ങനെ വന്നതേന്ന് കേട്ടോ. അവൻ്റെ കളിയും ചെറിയ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ അവിടെ ഇങ്ങനെ നല്ല മാറ്റം വരുത്തിയപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാ റീലിലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ണിയാൽ ബീച്ച് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയതൊക്കെ പെയിൻ്റ് അടിച്ചിട്ടും അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കടകളും ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഭയങ്കര കളിയാണ്. വെള്ളത്തൊന്നും എണീക്കണേ ഇല്ല കേട്ടോ. പിന്നെ അവിടെ ഇരുന്നിട്ട് മണ്ണിൽ കളി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതാ എടുത്തിട്ട് പിന്നെ പോവാൻ നോക്കിയത് കേട്ടോ. പക്ഷെ ആൾ വരുന്നില്ല. ഡ്രസ്സൊക്കെ നനച്ച് പിന്നെ അതൊക്കെ ഊരി. അപ്പോൾ ഇതാ ഭയങ്കര കരച്ചിലാട്ടോ. ഇതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇവിടുന്ന് കൊണ്ടോണീനാണ് കേട്ടോ ഈ കരയണത്. ഇതിപ്പോൾ ഒരു അസ്തമയമൊക്കെ കഴിഞ്ഞ് 6 മണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പോവാൻ നിൽക്കുന്നത്. പക്ഷെ ഭയങ്കര കരച്ചിലാൾ ഇവിടുന്ന് പോണീന് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ ഭയങ്കര പണി. ഇവിടെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പിന്നെ ഫോട്ടോഷൂട്ടും ഇതൊക്കെ ഇവിടെ വെച്ച് നടത്തുട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ചങ്ങോട്ട് ദൂരത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഒതുങ്ങിയ നല്ലൊരു വൈബാട്ടോ ഇവിടെ. ഇപ്പോൾ അതാ ഒരു 6 മണി ആയപ്പോഴത്തേന് ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മിറാനുവിനെ സോപ്പിട്ടിട്ട് അവിടെ പിന്നെ കടയിൽ കൊണ്ടുപോയിട്ട് ഒരു ചോക്കോബാറൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ ആൾ പിന്നെ അതിൻ്റെ പിന്നാലെ ആയിട്ടോ. ചോക്കോബാറൊക്കെ കിട്ടിയപ്പോൾ കരച്ചിലൊക്കെ ഒരു ഇതൊക്കെ അമർന്ന്. അപ്പോൾ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ അവിടെ നല്ല ഷവർമ്മ കിട്ടുന്നൊരു സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ അവിടുന്ന് ആദ്യം നല്ല ഷവർമ്മ ഇട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ എന്താ ആൾ കൂടിയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ആദ്യത്തെ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ കേട്ടോ. അപ്പോൾ മിറാനുവിന് അവിടെ ഷവർമ്മ ഉണ്ടാക്കുന്നുണ്ടപ്പോൾ അവിടുന്ന് തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ അവനക്ക് ഒരു റോൾ അവിടുന്ന് വാങ്ങിക്കൊടുത്ത്. അപ്പോൾ അവൻ്റെ ഉമ്മ ഒരു കടി കടിച്ചത് അവനക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞ് ഈ കുക്കുംബർ കഴിച്ചോ, ഷവർമ്മ അവൻ തന്നെ കഴിച്ചോളാം എന്നിട്ടാ. ഈ കാണുന്ന വലിയ ഊക്കൊന്നും ഉണ്ടാവില്ല, വെറുതെ ഒരു 2 കടി കടിച്ചിക്കാണ്ട് അവനവിടെ വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഓരോ കോഫിയും ഒരു ഷവർമ്മ ഒക്കെ കഴിച്ചിക്കാണ്ട് ബാക്കിയുള്ള വീട്ടിലേക്ക് പാർസലാക്കിക്കാണ്ട് പോകാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയൊന്നും പിന്നെ എടുക്കാൻ കഴിയില്ല കേട്ടോ. ബ്ലോക്കായിട്ട് അത്രയ്ക്ക് പിന്നെ വണ്ടികൾ വരുന്നിട്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം തന്നെ. അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കണം.